വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോണ്ടിസോറി എഡ്യൂക്കേഷനിലും മെമ്മറി ഗെയിംസിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് മോണ്ടിസോറി വിദ്യാഭ്യാസം എന്നുള്ളത്. മോണ്ടിസോറി വിദ്യാഭ്യാസം നേരിട്ടുള്ള പഠനത്തിൻ്റെയും ഇന്ദ്രിയ പര്യവേക്ഷണത്തിൻ്റെയും പ്രാധാന്യത്തെയാണ് ഊന്നിപ്പറയുന്നത്. അതായത് പാറ്റേണുകൾ, ആകൃതികൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്നിവ ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്തുവാനും വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്ന മെമ്മറി ഗെയിമുകൾ ഇതിൻ്റെ പ്രധാന ഘടകമാണ്. അതായത് വൈജ്ഞാനികമായ വികാസവും ഏകാഗ്രതയും വളർത്താൻ വളരെ വാട്ട് ആർ മെമ്മറി ഗെയിംസ്? എന്തെല്ലാമാണ് മെമ്മറി ഗെയിംസ് ആയിട്ട് വരുന്നത്? നമുക്ക് 3 ആയിട്ടാണ് മെമ്മറി ഗെയിംസിനെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഗെയിം, സെക്കൻഡ് വൺ വിഷ്വൽ സ്പേഷ്യൽ എക്സസൈസ്, തേർഡ് വൺ ഈസ് അബൌട്ട് ദ സെൻസറി എൻഗേജ്മെൻറ്റ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഗെയിം. ഈ ഗെയിമുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗെയിമുകൾക്ക് കുട്ടികൾക്ക് പൊരുത്തപ്പെടാനുള്ള ഇനങ്ങളുടെ ലൊക്കേഷനുകൾ, അതായത് അതിൻ്റെ പ്ലേസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഓർമ്മിപ്പിക്കാനും അവരുടെ ഹ്രസ്വകാല മെമ്മറി, അതായത് ഷോർട്ട് മെമ്മറി സ്പാൻ, അവർക്കുടെ ശ്രദ്ധ, എബിലിറ്റി ഇതെല്ലാം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നതാണ്. നെക്സ്റ്റ് വിഷ്വൽ സ്പേഷ്യൽ എക്സസൈസ് ആണ്. ഈ വിഷ്വൽ സ്പേഷ്യൽ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്കഗ്നൈസേഷൻ ആൻഡ് ദ എബിലിറ്റി ടു റീകോൾ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട്സ്, നർച്ചറിങ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ദെൻ തേർഡ് വൺ ഈസ് അബൌട്ട് ദ സെൻസറി എൻഗേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? കുട്ടി ഗെയിമിലൂടെ മനസ്സിലാക്കുക എന്താണ് ടച്ച്, സ്മെല്ല്, സൗണ്ട്. ഇനി എന്തെല്ലാമാണ് ദ ബെനിഫിറ്റ്സ് ഓഫ് മെമ്മറി ഗെയിംസ്? മെമ്മറി ഗെയിംസിനോടുകൂടി ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അവൻ അനുഭവപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. മെമ്മറി ഗെയിംസ് സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ, ഇംപ്രൂവിങ് ദ അറ്റൻഷൻ, ദെൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഇൻഫോർമേഷൻ റിട്ടൻഷൻ പ്രോഗ്രാം. Then next one is the concentration and focus. The actively remembering and recalling the patterns, sequences, etc. Then confidence and independence. Mastering memory games boosts the child's self-esteem and sense of accomplishment, എൻകറേജിങ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്. നമുക്കറിയാം കുട്ടി സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് അവന് അത് സാറ്റിസ്ഫൈഡ് ആവാൻ നിർത്താം. അവന് എന്താണ് തോന്നുന്നത്? എനിക്കത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് കറക്റ്റാണ്. കുട്ടി അതുകൊണ്ട് കുട്ടിക്ക് സ്വയമേ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ടൈപ്സ് ഓഫ് മെമ്മറി ഗെയിംസ് ഉണ്ട്. അത് നമുക്ക് നമുക്ക് 4 ആയിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 4 ആയിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ മാച്ചിങ് ഗെയിംസ്. മാച്ചിങ് ഗെയിം എന്ന് വെച്ചാൽ പെയറിങ് ദ ഐഡൻറ്റിക്കൽ ഒബ്ജക്ട്സ്, ഷേപ്സ് ഓർ സിമ്പിൾസ്. അത് നമുക്കറിയാം, അത് വിഷ്വലി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഒബ്ജക്റ്റ് എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ക്യൂബും റെക്റ്റാങ്കിൾസും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബ് എന്തിനോട് മാച്ച് ചെയ്യുന്നു? ക്യൂബുമായിട്ട്. അങ്ങനെ അപ്പോൾ ക്യൂബിനോട് മാച്ച് ചെയ്യുന്ന ഒബ്ജക്ട്സ് സറൗണ്ടിങ്ങിൽ നിന്ന് പിക്കപ്പ് ചെയ്യാനും അത് മാച്ച് ചെയ്യാനും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതാണ് ഈ പറയുന്ന പെയറിങ് ഐഡൻറ്റിക്കൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇത് സീക്വൻസിങ് ഗെയിംസ്, റിമെമ്പറിങ് ആൻഡ് റീകോളിങ് patterns of colors, shapes or sounds, etc. Then third one is recall games. അതായത് ഐഡൻറ്റിഫൈ ദ മിസ്സിങ് ഐറ്റം ഓർ ചേഞ്ചസ് ഇൻ അറേ ഓഫ് ഒബ്ജക്ട്സ് ഓർ ദ ഇമേജസ്. ഇപ്പം നമ്മൾ ഒരു ഇപ്പം ഞാൻ ഒരു കാറ്റർപില്ലറിനെ വെച്ചു. ആ കാറ്റർപില്ലറിൻ്റെ ഒരു മോഡലിൻ്റെ അകത്ത് ഒരു 5 കളേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ 5 കളേഴ്സും ഞാൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം മിസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് കാണുമ്പോൾ അത് മനസ്സിലാവണം ഓൾറെഡി ഞാൻ കണ്ടിരിക്കുന്നതിൽ 5 ഉണ്ട്, അപ്പോൾ ഈ വന്നിരിക്കുന്ന പ്ലേസില്ല. അപ്പോൾ അതാണ് റീകോൾ ഗെയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സെൻസറി ഗെയിംസ്. ദാറ്റ് മീൻസ് ടു സെൻസ് ദ ടെക്സ്ചർ, സൗണ്ട്, എക്സെട്ര. ഓക്കെ, അതിങ്ങനെ 4 ആയിട്ടാണ് സെൻസസ് ടൈപ്പ് ഓഫ് മെമ്മറി ഗെയിംസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഈ മെമ്മറി ഗെയിംസിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ദെൻ സെക്കൻഡ് വൺ ഈസ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുക, ദെൻ അത് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ ഇനി ഏതാണ്
അപ്രോപ്രിയേറ്റ് ഗെയിംസ് ആയിട്ട് വരുന്നത്, ഏജ് അപ്രോപ്രിയേറ്റ് സ്കിൽ ഉണ്ട്, അതുപോലെ സ്കിൽ ലെവൽ ഉണ്ട്, സെൻസറി എൻഗേജ്മെൻറ്റ്, വേറെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതിനോടാണ് മാച്ച് ചെയ്യുന്നത്, അപ്പോൾ ഏജ് അനുസരിച്ച് ഓരോ കുട്ടികൾക്ക് അതനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ സ്കില്ലനുസരിച്ച് നമുക്ക് ഗെയിംസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്കുടെ സെൻസർ വെച്ചിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്തെല്ലാം കാര്യങ്ങളാണ് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇത് ഡെമോൺസ്ട്രേറ്റ്, സെക്കൻഡ് വൺ ഒബ്സർവ്, തേർഡ് വൺ എൻകറേജ് ആൻഡ് ഫോർത്ത് വൺ ഈസ് അബൌട്ട് അഡാപ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആണ് എന്താവുന്നത്, ആ ഒരു മെമ്മറി ഗെയിംസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എൻഹാൻസിങ് ലേണിംഗ് ത്രൂ മെമ്മറി ഗെയിംസ്. നമ്മൾ മെമ്മറി ഗെയിംസിനോടുകൂടെ കുട്ടികളുടെ ലേണിംഗ് എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കുട്ടിക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ഫോസ്റ്ററിങ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, കോൺസെൻട്രേഷൻ, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് എക്സെട്ര. ഓക്കെ, താങ്ക് യു.